ഗേസ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിചാരിക്കും അത്തവും കഴിഞ്ഞ് ഓണവും കഴിഞ്ഞ് ക്രിസ്മസ് ആകാറായപ്പോഴാണ് ഇവർ ഈ വീഡിയോ ഇടുന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നേ. ഞാനും വീണാമയും കുഞ്ഞിക്കിളി ശകലം തിരക്കിലായതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ ഓണത്തിന് കുറേ പൂവൊക്കെ മേടിച്ച് തലേദിവസം രാത്രിയിൽ ഓണപ്പൂക്കളം അങ്ങോട്ട് ഇട്ട്. കുഞ്ഞിക്കിളി നല്ല ഉറക്കമായിരുന്നു, വീണാമയും ഉറക്കമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുഞ്ഞിക്കിളിക്ക് ഓണത്തിൻ്റെ പുത്തനുടുപ്പും ഒക്കെ മേടിച്ചിടാൻ വേണ്ടിയിട്ട് രാവിലെ പുള്ളിക്കാരിയെ ഞങ്ങളങ്ങ് ഒരുക്കി. രാവിലെ ഈ ടൈം എത്രാം മണിക്കാന്ന് വെച്ചാൽ 6:30 ആയപ്പോഴാണ് കുഞ്ഞിക്കിളി ഉറക്കത്തിൽ നിന്നിട്ട് പണി നടക്കുന്ന കേട്ടോ. കാര്യം എനിക്ക് 9 മണിയാകുന്ന നേരത്ത് പോകണമായിരുന്നു. പുതിയ ഉടുപ്പ് അടിപൊളി. ഇത് കണ്ടില്ലേ, വീട്ടിൽ അത്തപ്പൂക്കളം ഇട്ടു. കുഞ്ഞിക്കിളി ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ 7:30 ആയപ്പോഴത്തേക്കുമാണ് കുഞ്ഞിക്കിളി സെറ്റായത്. എല്ലാം കഴിഞ്ഞേച്ച് ഉണ്ടോ കുഞ്ഞിക്കിളി അത്തപ്പൂക്കളം. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് ഓണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത്. ആ സമയം വരെ കുഞ്ഞിക്കിളി ഇത് കളഞ്ഞേ ഇല്ലേ അത്തപ്പൂക്കളം. ഇതുണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ ഉടുപ്പ്. പിന്നെ 2 നേരം ഫോട്ടോഷൂട്ട്. അടിപൊളി. വരവ് കണ്ടോടാ, തലയിലൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച്. പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മുടെ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വിളക്കൊക്കെ വെച്ചതിന് ശേഷം രാവിലെ വീണാമ്മ എല്ലാവർക്കും സദ്യയുടെ ഒരു പങ്ക് ആദ്യം വിളമ്പി വെച്ചു. ഇതെൻ്റെ പപ്പ. അതിന് ശേഷം പിന്നെ ഇത് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓണമല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ, അപ്പോൾ അത് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണാമ്മ രാവിലെ പപ്പടം ചേർത്ത് കൊടുത്തു. ഇത് പിന്നെ നമുക്ക് ഉറുമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അരി വറുത്തതും ശർക്കര എല്ലാം കൂടെ ചേർത്ത് വീടിൻ്റെ 4 ഭാഗത്തായിട്ട് വെക്കണം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്കായിട്ട് വീണാമ്മ 4 ഇലയിലെടുത്തിട്ട് 4 ഭാഗത്തായിട്ട് വെച്ചു. എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഇതെല്ലാം നടക്കുന്നത് 9 മണിക്ക് മുമ്പേ ഉള്ള സമയങ്ങളിലാണെന്ന് ആലോചിക്കണം കേട്ടോ. കാര്യം 9:10 എനിക്ക് ഇവിടുന്ന് ട്രെയിനായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അതിന് മുമ്പ് എല്ലാം വീണാമ്മ അടിപൊളിയാക്കി. അപ്പം ഞാൻ പെട്ടെന്നുള്ള പരിപാടിയാണ്, സമയമില്ല, അതുകൊണ്ടാണ് ഈ 10 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങേണ്ടതായതുകൊണ്ട് വീണാമ്മയ്ക്ക് ശാലം ചോറ് ഞാൻ കളഞ്ഞു കൊടുത്തു. ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളോർക്കും സ്നേഹം കൊണ്ടായിരിക്കുന്നു. നോ. അപ്പോൾ ഓണം കൊണ്ടായിരിക്കും. നോ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് രാത്രിയാകുമ്പോൾ വന്നപ്പോൾ ഒരു കട കയറിയപ്പോൾ അവിടെ വാഴയില ഇല്ലായിരുന്നു. കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ തപ്പി എടുത്തപ്പോഴത്തേക്കും 3 എണ്ണേ കിട്ടിയുള്ളൂ. പിന്നെ എന്നാ വേണ്ടേ, അച്ചാർ കിച്ചിരി കിച്ചിരി എല്ലാം ഉണ്ട്. ഇച്ചിരി പപ്പടം അല്ല, പപ്പടം. കുഞ്ഞിക്കിളി പപ്പടത്തിൻ്റെ ആളാ. അപ്പം എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊള്ളുന്നു. അയ്യോ കളയല്ലേ മോളെ അത്. അപ്പം പരിപാടിക്ക് പോകാനുള്ള തിരക്കുള്ളതിനാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഊണ് കഴിക്കുന്നു. പിന്നെ അമ്മ, എൻ്റെ അമ്മയെന്ന് എൻ്റെ വീണാകുമ്പോൾ രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട്, ഞാൻ രാവിലെ 6 മണിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് എല്ലാം സെറ്റ് ചെയ്തു. എൻ്റെ ഉടുപ്പ് വരെ തേച്ച് വെച്ചിട്ടാണ് അവളെ കിടന്നുറങ്ങിയത്. ഒരുപാട് താങ്ക് യു. അതിനുള്ളതിന് ന്യായമായ രീതിയിൽ എൻ്റെ പിന്നെ വേറെ കാര്യം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, നമ്മളെപ്പോഴും ഞാൻ ലൈവ് വരുമ്പോഴൊക്കെ എന്നോട് സംസാരിക്കാറുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം. അടിപൊളി. എല്ലാം ഹാപ്പി ഓണം പറ കുഞ്ഞിക്കിളി. ഹാപ്പി ഓണം. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വീണാമ്മയുടെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും കൂടെ വന്നിട്ടൊരു ഓണം ആഘോഷിക്കുന്നതായിരിക്കും.